രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം പ്രാസാദാഗ്രേ വിമാനേർവ വൈഹായസ ഗതേന വ സർവാവസ്ഥാഗതാ ഭർത്തു പാദഛായ വിശിഷ്യതേ. ഭർത്താവിന്റെ ജീവിത സാഹചര്യം അതെന്തു തന്നെയായാലും അതാണ് ആ ഭർത്താവിന്റെ പാദഛായയാണ്, പാദത്തിന്റെ നിഴലാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, പത്നിയെ സംബന്ധിച്ചിടത്തോളം മഹനീയമായിട്ടുള്ളത്. ഭർത്താവ് ജീവിക്കുന്ന ഒരുപക്ഷെ വലിയ കൊട്ടാരത്തിലായിരിക്കാം. ആ കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിൽ, മണിമേടയ്ക്ക് മുകളിൽ, അങ്ങനെ ഏറ്റവും കുലീനമായിട്ട് സുഖകരമായ അവസ്ഥയിൽ ഭർത്താവ് ജീവിക്കുന്നുണ്ടാകാം. അതേപോലെ തന്നെ ആ മണിമച്ചിന് മുകളില് വിമാനീർവ, അതല്ലെങ്കിൽ വൈഹായസഗതേനവ, ആകാശത്ത് ഇങ്ങനെ വിമാനങ്ങളില് പറന്നു നടക്കുന്ന അത്ര കണ്ട് സുഖകരമായ ജീവിതത്തിലാകാം. അതല്ലെങ്കിൽ ഭർത്താവിന്റെ ജീവിതം കാനനത്തിനുള്ളിലുമാകാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കൊട്ടാരത്തിലെ സുഖങ്ങളുടെ നടുവിലായാലും കാട്ടിലായാലും ശ്രേയസ്കരമായിട്ടുള്ള എന്തെന്നറിയോ? കൊട്ടാരമോ അവിടുത്തെ സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല, ഭർത്താവിന്റെ പാദഛായയാണ്. കാലിന്റെ ആ പാദത്തിന്റെ നിഴല്, ആ നിഴല് പറ്റി ജീവിക്കുന്നതാണ് പത്നിയെ സംബന്ധിച്ചിടത്തോളം സൗഖ്യം. അല്ലേ രാമ, എന്നെ സംബന്ധിച്ചിടത്തോളം സൗഖ്യം. നീ ഇവിടെ അയോധ്യയിലായാലും നീ ദണ്ഡകാരണ്യത്തിലായാലും നിന്റെ പാദഛായയാണ് എന്നെ ആനന്ദിപ്പിക്കുന്നത്. എന്നെ ആരൊക്കെയാണ് ഇതെല്ലാം പഠിപ്പിച്ചു തന്നെന്നറിയോ? അനുശിഷ്ടാസ്മി മാത്രാജ പിത്രാജ വിവിധാശ്രയം. അല്ലേ രാമ, എന്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുടുംബിനിയായിട്ട് അയോധ്യയിലേക്ക് പോകുന്ന അവസരത്തില് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കണമെന്ന് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും കൂടെ കൊട്ടാരത്തിൽ കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് വലിയ ചുമതലകളൊന്നുമില്ല. എങ്കിലും അമ്മമാര് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഒരു കുടുംബിനിയായി കഴിഞ്ഞാൽ ആ കുട്ടി ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് എങ്ങനെ കുടുംബം നോക്കി നടത്തണം എന്നുള്ളതെല്ലാം പഠിപ്പിക്കും. അത് അച്ഛനും പഠിപ്പിക്കും. എന്ന് മാത്രമല്ല, ആ അച്ഛന്റെയും അമ്മയുടെയും ജീവിത രീതിയിൽ നിന്നിട്ടും കുട്ടികള് നേരിട്ട് പഠിക്കും. ഉപദേശിച്ച്, നല്ലവണ്ണം ഉപദേശിച്ചും അയക്കും. ജനക മഹാരാജാവ് തന്റെ മക്കൾക്കെല്ലാം പതിവ്രതാധർമ്മത്തെ ഉപദേശിച്ചിട്ടാണ് ഇങ്ങ് അയോധ്യയിലേക്ക് അയച്ചത്. സീത പറയാണ്, എന്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിവിധങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് വളരെ വിശദമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലയോ രാമ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നാസ്മി സമ്പ്രതി വക്തവ്യ വർത്തിതവ്യം യഥാമയ. ഞാൻ എങ്ങനെ ഇവിടെ ഈ കൊട്ടാരത്തിൽ ജീവിക്കണം അങ്ങേ പിരിഞ്ഞ് എന്നൊന്നും അങ്ങ് എന്നെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. അതൊക്കെ അവരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെന്നെ പഠിപ്പിച്ചു തന്നത്, അല്ലേ രാമ, നിന്നെ ഒരിക്കലും വേർപിരിയാതെ നിന്നോടൊപ്പം കഴിയാനാണ്, നിന്നെ സേവിക്കാനാണ്, നിന്നെ ശുശ്രൂഷിക്കാനാണ്. അതുകൊണ്ടല്ലയോ രാമ, നീ ഇക്കാര്യത്തില് എന്നെ ഉപദേശിക്കണ്ട, പഠിപ്പിക്കണ്ട. എനിക്കറിയാം, അതിന് പ്രകാരം ഞാൻ പ്രവർത്തിക്കും. അങ്ങ് അത് അനുവദിക്കണം. ഇതാണ് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളത്. കൊട്ടാരത്തിൽ 10 അച്ഛനെ ശുശ്രൂഷിക്കണം, അമ്മയെ ശുശ്രൂഷിക്കണം എന്നൊക്കെ രാമൻ പറഞ്ഞല്ലോ. എന്ന് മാത്രമല്ല, തന്റെ അനിയന്മാര് ഭരതനും ശത്രുഘ്നനും, ആ ശ്ലോകം കഴിഞ്ഞ ദിവസം സമയക്കുറവുകൊണ്ട് വായിച്ചില്ല. ഭരതനും ശത്രുഘ്നനും എനിക്ക് ഏറ്റവും
പ്രിയപ്പെട്ടവരാണ്, അവരോട് അങ്ങേയറ്റം സ്നേഹത്തോടെ പെരുമാറണം എന്ന് രാമൻ സീതയോട് പറയുന്ന അവിടെ കേൾക്കും. എങ്ങനെയെന്നറിയോ? ഭ്രാതൃ പുത്രസമൗചാപി ദ്രഷ്ടവ്യൗച വിശേഷതഃ ത്വയാ ഭരതശത്രുഘ്നൗ പ്രാണൈ പ്രിയതരൗ മമ. അല്ലയോ സീതേ, ഭരതനും ശത്രുഘ്നും എനിക്ക് എന്റെ പ്രാണങ്ങളെക്കാളും പ്രിയപ്പെട്ടവരാണ്. നീ അവരെ എങ്ങനെ കരുതണം, എങ്ങനെ നീ അവരോട് പെരുമാറണം രാമൻ പറഞ്ഞു കൊടുക്കാണ്. ഞാൻ കാനനത്തിലേക്ക് പോയി കഴിയുമ്പോ നീ അവരോട് സഹോദരനോടെന്ന പോലെ പെരുമാറണം, പിന്നെയോ പുത്രനോടെന്ന പോലെ പെരുമാറണം. അനിയന്മാരാണ്, അനിയന്മാർക്ക് പുത്രന്റെ സ്ഥാനമാണ്. അങ്ങനെ അവരോട് രണ്ടുപേരോടും ഒരമ്മ എങ്ങനെയാണോ തന്റെ സന്താനങ്ങളോട് പെരുമാറുന്നത്, അതേ പ്രകാരത്തിൽ വാത്സല്യത്തോടുകൂടി പെരുമാറണം. ഒരു സഹോദരി എങ്ങനെയാണോ തന്റെ കൊച്ചനിയന്മാരോട് പെരുമാറുന്നത്, അതേ പ്രകാരത്തിൽ സഹോദര സമമായിട്ടും നീ പെരുമാറണം. എന്തുകൊണ്ടെന്നാൽ അവർ എനിക്ക് പ്രാണങ്ങളെക്കാളും പ്രിയപ്പെട്ടവരാണ് എന്ന് രാമൻ പറഞ്ഞു. ഇതൊന്നും എന്നെ പഠിപ്പിക്കണ്ട. സീത രാമനോട് പറയാണ്, ഇതെല്ലാം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്ലോകം ചൂണ്ടിക്കാണിക്കും. അത് വിശദീകരിക്കുന്നില്ല, ശ്ലോകം പോലും ചൊല്ലുന്നില്ല, സമയം വളരെയേറെ പരിമിതമാകൊണ്ട്. കാളിദാസന്റെ അഭിജ്ഞാന ശകുന്തളത്തില് 4-ാമത്തെ അംഗത്തിൽ ശകുന്തളയെ അമ്മയായ ഗൗതമിയോടൊപ്പം സഹോദരസ്ഥാനീയരായിരിക്കുന്ന ശാർങ്കരവ ശാരദ്വതന്മാരോടൊപ്പം കണ്വ മഹർഷി പിതാവ് നേരെ ഹസ്തിനാപുരത്തേക്ക് അയക്കുകയാണ്. ഇതാണ് 4-ാം അംഗത്തില്. ആ അവസരത്തില് പിതാവ് ശകുന്തളയ്ക്ക് കൊടുക്കുന്ന ഉപദേശം ശുശ്രൂഷസ്വ ഗുരുൻ എന്നാരംഭിക്കുന്ന ഒരൊറ്റ ശ്ലോകം കാളിദാസ കൃതികളിൽ ഏറ്റവും മഹനീയം ശാകുന്തളമാണ്. ആ ശാകുന്തളത്തിൽ 4-ാമത്തെ അംഗം ഏറ്റവും പവിത്രമാണ്. ആ 4-ാം അംഗത്തിൽ തത്ര ശ്ലോകചതുഷ്ടയം 4 ശ്ലോകങ്ങൾ ഏറ്റവും മഹനീയം. ആ 4 ശ്ലോകങ്ങളിൽ അത്യന്തരമണീയമായിട്ടുള്ളതാണ് കണ്ണനെ കൊണ്ട് കാളിദാസൻ പറയിക്കുന്ന ഈ വാക്യം. സീതയുടെ വാക്യം മുഴുവൻ, ഈ സർഗത്തിലെ മുഴുവൻ ശ്ലോകങ്ങളും കൂടി അരിച്ചെടുത്ത് അതിലെ സത്ത മുഴുവൻ ചേർത്ത് ഒരൊറ്റ ശ്ലോകമായിട്ട് കാളിദാസൻ അവിടെ ബന്ധിച്ചിരിക്കുന്നു. ശ്രോതാക്കൾക്ക് അനേകം പേർക്ക് ആ ശ്ലോകം അറിയും എന്ന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എടുത്തിട്ട് 4-ാം അംഗത്തിലെ ആ ശ്ലോകം നോക്കാം. ഇതാണ് ഭാരതത്തിലെ കുടുംബസങ്കല്പം. അത് അങ്ങേയറ്റം മഹനീയം. അതാണ് എന്റെ അച്ഛനും അമ്മയും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അല്ലയോ രാമ, അങ്ങ് അത് അനുവദിക്കണം. അതാണ് ഞാനിപ്പോ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. അഹം ദുർഗം ഗമിഷ്യാമി വനം പുരുഷവർജിതം. മനുഷ്യരില്ലാത്തതായ കാട്ടിനുള്ളിലേക്ക്, വളരെ ആപൽക്കരമായിരിക്കുന്ന കാട്ടിനുള്ളിലേക്ക് അല്ലയോ രാമ ഞാൻ അങ്ങയോടൊപ്പം വരുന്നു. നാനാ മൃഗ സമാകീർണം, നാനാ മൃഗ ഗണാകീർണം. പല പ്രകാരത്തിലുള്ള മൃഗങ്ങൾ, ഹിംസ്ര മൃഗങ്ങളുണ്ട്, അതേപോലെ തന്നെ ശാന്തപ്രകൃതികളായിട്ടുള്ള മൃഗങ്ങളുണ്ട്. ഇങ്ങനെ പല പ്രകാരത്തിലുള്ള ജന്തുക്കളുണ്ട് അവിടെ. അങ്ങനെയുള്ള ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞ ആ കാട്ടിനുള്ളിലേക്ക്, പിന്നെയോ ശാർദൂല ഗണസേവിതം, സിംഹങ്ങളാൽ സേവിക്കപ്പെടുന്ന കാട്. നമുക്കറിയാലോ സിംഹങ്ങളുടെ സ്വഭാവം. അങ്ങനെ സിംഹങ്ങളാൽ നിറഞ്ഞ കാട്, ആ കാട്ടിനുള്ളിൽ ഞാൻ അങ്ങയോടൊപ്പം വരുന്നുണ്ട്. അങ്ങയെ ഒറ്റയ്ക്ക് ആ കാനനത്തിലേക്ക് അയക്കാൻ എനിക്ക് സാധ്യമേ അല്ല. അവിടെയോ സുഖം വനേ നിവത്സ്യാമി യഥൈവ ഭവനേ വിദു. എന്റെ അച്ഛന്റെ വീട്ടില്, എന്റെ അച്ഛൻ ജനകൻ, എന്റെ അച്ഛൻ ദശരഥൻ, അങ്ങനെ അവിടെ മിഥിലയിലായിരുന്നപ്പോഴും എന്റെ അച്ഛന്റെ വീട്ടില്, ഇവിടെ അയോധ്യയിലായപ്പോഴും എന്റെ അച്ഛന്റെ വീട്ടില്, അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണയില് ഞാൻ ഇവിടെ സുഖമായി കഴിഞ്ഞല്ലോ. ഇതേ പ്രകാരത്തില് യഥൈവ ഭവനേ വിദു, അച്ഛന്റെ വീട്ടിൽ എന്നതുപോലെ സുഖം വനേ നിവത്സ്യാമി,
ഞാൻ സുഖമായിട്ട് വനത്തിൽ വസിക്കും. എനിക്ക് യാതൊരു ക്ലേശവും ഉണ്ടാവില്ല. ഭക്ഷണം കിട്ടിയില്ലെന്നോ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് രുചിയില്ലെന്നോ, അതുമല്ലെങ്കിൽ വെയില്, അല്ലെങ്കിൽ മഴ, അല്ലെങ്കിൽ മഞ്ഞ്, ഇങ്ങനെയുള്ളതായ പ്രകൃതിയുടെ ബുദ്ധിമുട്ടുകളിൽ ക്ലേശിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് യാതൊരു ക്ലേശവുമില്ല. ഏതവസ്ഥയും എനിക്ക് ഒരുപോലെ സ്വീകാര്യം, ഒരുപോലെ ആനന്ദകരം. എന്താ? ആനന്ദസ്വരൂപനായല്ലോ രാമ, നീ എന്നോടൊപ്പം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ സുഖമായിട്ട് വനത്തിൽ വസിക്കും. അചിന്തയന്തി ത്രീൻ ലോകാൻ ചിന്തയന്തി പതിവ്രതം. ഞാൻ 3 ലോകങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല. ഈ അയോധ്യയെ കുറിച്ച് മാത്രമല്ല, കൊട്ടാരത്തിലെ ജീവിതത്തിലെ സൗഖ്യങ്ങളെ കുറിച്ച് മാത്രമല്ല ഞാൻ ചിന്തിക്കാതിരിക്കുന്നത്. 3 ലോകങ്ങളെ കുറിച്ചും ചിന്തിക്കില്ല. ദേവലോകത്തെക്കുറിച്ചും ചിന്തിക്കില്ല, ഭൂലോകത്തെക്കുറിച്ചും ചിന്തിക്കില്ല, പാതാള ലോകത്തെക്കുറിച്ചും ചിന്തിക്കില്ല. വിവിധ ലോകങ്ങളിൽ പല പ്രകാരത്തിലുള്ളതായ സുഖ സൗകര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കില്ല. ഞാൻ ചിന്തിക്കുന്ന പിന്നെ എന്താണ്? പതിവ്രതാധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ചിന്തയന്തി പതിവ്രതം, അത് ചിന്തിച്ചുകൊണ്ട് പതിവ്രതാധർമ്മത്തെ, അതിന്റെ അനുഷ്ഠാനത്തെ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൽ തന്നെ ശ്രദ്ധ വെച്ച് അണുകിട പോലും അതിൽ നിന്നിട്ട് ഒരു മാറ്റം സംഭവിക്കാത്ത രീതിയിൽ, അല്ലയോ രാമ, ഞാൻ സസുഖം അങ്ങയോടൊപ്പം ആ കാനനത്തില് വസിക്കും. എങ്ങനെ? ഇനിയും പറയാണ് സീത. ശുശ്രൂഷമാണാ തേ നിത്യം നിയതാ ബ്രഹ്മചാരിണി സഹരംസേ ത്വയാ വീര വനേഷു മധുഗന്ധിഷു. അല്ലയോ രാമ, തേൻ മണക്കുന്ന കാടുകളില്, മധുഗന്ധിഷു, കാടുകളെല്ലാം പലതരം വൃക്ഷങ്ങളെ കൊണ്ടും പല പ്രകാരത്തിലുള്ള വള്ളികളെ കൊണ്ടും നിറഞ്ഞതാണ്. ഓരോ വൃക്ഷവും പൂക്കുന്നത് ഓരോരോ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, വസന്തത്തിൽ പൂക്കുന്ന വൃക്ഷങ്ങളാണ് ഏറെ. വസന്തത്തിൽ പൂക്കുന്നവയുണ്ട്, ഗ്രീഷ്മത്തിൽ പൂക്കുന്നവയുണ്ട്, മഴക്കാലത്ത് പൂക്കുന്നവയുണ്ട്, ശരത്തില്, ഹേമന്തത്തില്, ശിശിരത്തില് ഒക്കെ പൂക്കുന്ന വൃക്ഷങ്ങളും വള്ളികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും കാനനം അങ്ങേയറ്റം രമണീയമായിരിക്കും. അങ്ങനെ പൂക്കളെ കൊണ്ട് നിറഞ്ഞ് ആ പൂക്കളിൽ നിറയുന്നതായ മധുവിന്റെ, തേനിന്റെ മണം കൊണ്ട് ആ കാട് മുഴുവൻ മണക്കും. മധുവിന്റെ, തേനിന്റെ ഗന്ധം, തേനിന്റെ മണം, അത് നിറഞ്ഞ സുഗന്ധിയായിരിക്കുന്ന ആ കാനനങ്ങൾക്കുള്ളില്, അല്ലയോ രാമ, നിന്നോടൊപ്പം സഹരംസേ ത്വയാ വീര, അല്ലയോ വീര, നിന്നോടൊപ്പം ഞാൻ ആനന്ദിക്കും. ആനന്ദിച്ച് സന്തോഷിച്ച് ആ കാടുകളിൽ വിഹരിക്കും. എങ്ങനെ? ശുശ്രൂഷമാണാതെ നിയതം. എങ്ങനെയാ ആനന്ദിക്കുക? നിന്നെ നിരന്തരം ശുശ്രൂഷിച്ചുകൊണ്ട്.